താങ്കൾ എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി സെലക്ട് ചെയ്യാതെ? ഇലക്ട്രിക് വണ്ടി ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഒരു 3 മോഡാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് എക്കണോമി, പിന്നെ നോർമൽ, പിന്നെ സ്പോർട്ട് ഡ്രൈവിംഗ്. ഹലോ, ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടയോട്ടയുടെ ഷോറൂമിലാണ്. ഒരു കാർ എടുക്കാൻ വേണ്ടി വന്നതാണ്. ആദ്യം ഹസ്ബൻഡ് ഒരു സപ്ലയറുടെ ഓഫീസിലൊക്കെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് സർപ്രൈസായിട്ട് എന്നെ കൂട്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് സംഭവം ഒന്ന് ചീറ്റിപ്പോയി. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്, ഫാദറിൻ്റെ പേര്, വീട്ടുപേര് ഒക്കെ ചേർത്തായതുകൊണ്ട് ഒരു വലിയൊരു പേരാണ്. ആ പേര് ചൈനക്കാരുടെ സിസ്റ്റത്തിൽ കയറുന്നേയില്ല. അതുകൊണ്ട് തന്നെ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പുറകിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ ദിവസമാണ് സംഭവം ഇത് റെഡി ആയത്. അപ്പം നിങ്ങളോടൊക്കെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ പേരിടുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ പേര് മാത്രം ഇടുക. അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ പണി കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ സർപ്രൈസൊക്കെ ചീറ്റി. ഞങ്ങൾ കാർ എടുക്കാൻ വന്ന ദിവസമാണ് ദിലീപിൻ്റെ വിധി പറയുന്ന ദിവസം. അങ്ങനെ എല്ലാ മലയാളികളെയും പോലെ ഞങ്ങളും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ചൈനക്കാരനാണ് കേട്ടോ, ഞങ്ങളുടെ കൂടെ വന്നതാണ്. 3 ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ അങ്ങനെ ഞങ്ങളുടെ കാറിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ റെഡിയായി. ഞങ്ങൾക്ക് കാറ് കയ്യിൽ കിട്ടി. ഞങ്ങളുടെ കാറ് ഹൈലാൻഡറാണ്, 7 സീറ്റർ ഹൈബ്രിഡ് HEV. അങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു കലാപരിപാടികളുമില്ല. കേക്ക് കെട്ടിയലോ കീ തരുന്ന ഫോട്ടോ എടുക്കലോ ഒന്നുമില്ല. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷം, നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ കാർ മേടിക്കുമ്പോൾ ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ ഫോട്ടോ എടുത്തു തന്നാണിത്. അങ്ങനെ 3 മോഡാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് എക്കണോമി, പിന്നെ നോർമൽ, പിന്നെ സ്പോർട്ട് ഡ്രൈവിംഗ് മോഡിൽ. ഇപ്പം സ്പോർട്ടിൽ തന്നെ ഡ്രൈവിങ്ങിലേക്ക് ഇട്ടു. പിന്നെ അതിനുശേഷം സ്പോർട്സിലേക്ക് ഇട്ട് സ്പോർട്സ് പ്ലസിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പിക്കപ്പും നല്ല ആ ഒരു സ്പോർട്ടി ഡ്രൈവിംഗ് ഫീലും ഉണ്ടാവും. പക്ഷേ മൈലേജ് കുറവായിരിക്കും. എക്കണോമി മോഡലാണ് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുക. ഫീലിംഗ് ഓഫ് ഡ്രൈവിംഗ്, വെരി നൈസ്. Sorry, I said to your seat. Hey. How can you say? Yeah, this is wife's seat. No. അങ്ങനെ ഞങ്ങൾ വണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തി. നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നു. പെട്രോളിന്റെ വില എത്രയാ? 6.66 yuan. എന്ന് പറഞ്ഞാൽ ഇന്ത്യ രൂപയിൽ എത്രയാ? 25. എത്ര ലിറ്റർ പെട്രോൾ കൊണ്ടുപോപ്പ? അല്ല, കുറച്ചുണ്ടല്ലോ, 60 ലിറ്ററാണ് കപ്പാസിറ്റി. 60 ലിറ്റർ പെട്രോൾ കൊള്ളു കേട്ടോ ഈ വണ്ടിയുടെ അകത്ത്. ഹലോ, അപ്പോൾ കൺഗ്രാജുലേഷൻ, ഹൈലാൻഡർ ഒക്കെ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ഒരുപാട് വ്യത്യാസം പഴയ കാറുമായിട്ട്. പണ്ട് ഞങ്ങൾ 10 വർഷമായിട്ട് ടയോട്ടയുടെ തന്നെ വണ്ടിയായിരുന്നു കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഇലക്ട്രിക് വണ്ടി മേടിക്കാതെ? കാരണം ഒരുപാട് ബ്രാൻഡ് ചൈനീസ് വണ്ടികളുണ്ടല്ലോ ഇലക്ട്രിക്കൽ, എന്നിട്ട് അതെന്തുകൊണ്ടാണ് മേടിക്കാതെ? അതെ, താങ്കൾ എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി സെലക്ട് ചെയ്യാതെ? ഇലക്ട്രിക് വണ്ടി ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ പോയി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിരുന്നു. ഈവൻ BMW ഇലക്ട്രിക് ഓൾമോസ്റ്റ് 5 സീരീസ് നമ്മൾ ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്തതാണ്. പക്ഷേ അവസാനം ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഫീൽ ഒന്നിനും കിട്ടുന്നില്ല. കാരണം വളരെയധികം എന്താ പറയുക, ഒരുപാട് സൗകര്യങ്ങൾ, 7 സീറ്റർ, വളരെ ഉയർന്നിരിക്കാം, പിന്നെ വളരെ ഹെവി വണ്ടി, ഓട്ടോ ക്രൂയിസ് ഉണ്ട്, പിന്നെ പുതിയ എല്ലാ ടെക്നോളജി, ഇതുപോലെ ഇത് വയർലെസ് ചാർജിങ്, അങ്ങനെ ഒരുപാട് വ്യത്യാസം. അഡാസ് ഫീച്ചേഴ്സ്, നല്ല മൈലേജ്, പിന്നെ HEV എന്ന് പറഞ്ഞ പുതിയ ടെക്നോളജി, പിന്നെ ടയോട്ടയുടെ ഒരു റിലയബിലിറ്റി. കാരണം 10 വർഷമായിട്ട് ഒരിക്കലും നമ്മളെ വഴി കടത്താത്ത വണ്ടിയായിരുന്നു. അപ്പോൾ ഒരു പുതിയ വർഷം വന്നപ്പം അതിന് ആ ടയോട്ടയിലേക്ക് തന്നെ പോകാൻ തോന്നി. പക്ഷേ ഈ വണ്ടി ഓടിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇതിൽ.
ഇതിപ്പോ നോർമൽ മോഡലാണ്, നമുക്ക് സ്പോർട്സിലേക്ക് ഇടാൻ Sports, പറ്റും. now സ്പോർട്സ് ഉണ്ട്, sports, സ്പോർട്സ്. Ah, have that back, push your back, right? Like a race car. Not normal joke. So if eco means no power, but very safe oil. അങ്ങനെ ഞങ്ങളുടെ പുതിയ വണ്ടിയുമായി ഞങ്ങൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിലെത്തി. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ കൂടുതൽ വണ്ടിയുടെ റിവ്യൂ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ വണ്ടി ജസ്റ്റ് കിട്ടിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കൂടുതൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കോളനിയിൽ നോക്കിക്കേ എന്ത് രസമാണ് ഓറഞ്ച് കായ്ച്ച് കിടക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.